നമസ്കാരം. BMTV ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ദുരന്തത്തിന്റെ കാരണം പുറത്തു വന്നിരിക്കുകയാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ കനത്ത മഴ ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ മഴ പിണറായിയെ രക്ഷിക്കില്ല. വയനാട് കളക്ടറിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അടിവേരി ഇളക്കുന്നതാണ്. ഈ ഒരൊറ്റ റിപ്പോർട്ട് മതി ഹൈക്കോടതി പിണറായിയെ തൂക്കി താഴെയിടിക്കാൻ. വയനാട് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത കാരണം ക്വാറികളല്ലെന്ന് സർക്കാർ തല അന്വേഷണ റിപ്പോർട്ട്. അതിൽ അടിവരയിട്ട് പറയുന്ന മറ്റൊരു കാരണമുണ്ട്. അത് നിസാരമല്ല. മുഖ്യമന്ത്രിക്കും മരുമോനും പുറം പൊളിയുന്ന അടി കിട്ടും. ആദ്യം ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നോക്കാം. അതിനുശേഷം ചില വസ്തുതകൾ കൂടി ചർച്ച ചെയ്യാം. സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കി. 2018 മുതൽ നിരന്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന പ്രദേശത്താണ് ഒടുവിൽ വൻ ദുരന്തം സംഭവിച്ചത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഇങ്ങനെയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ട്രിഗറിംഗ് ഫാക്ടർ കനത്ത മഴ തന്നെയാണെന്നാണ് ദുരന്തത്തിന് പിന്നാലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയത്. പ്രദേശത്ത് നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. അപകടമുണ്ടായ പ്രദേശത്ത് 2018 മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2019 പുത്തുമലയിലേക്കുൾപ്പെടെ വെള്ളരിമലയിലും ചുരൽമലയിലുമൊക്കെയായി ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. ജൂലൈ 3-ാം വാരം മുതൽ ഈ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ട്. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ പെയ്തിറങ്ങിയത് 372.6 മില്ലിമീറ്റർ മഴയാണ്. തെറ്റമലയിൽ 409 മില്ലിമീറ്റർ മഴയും. സമീപ പ്രദേശങ്ങളിലെല്ലാം മഴ കനത്ത് പെയ്തു. തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കുതിർന്നു കിടന്ന പ്രദേശത്ത് അധികമായി കനത്ത മഴ പെയ്തിറങ്ങിയപ്പോൾ മർദ്ദം താങ്ങാനായില്ല. അതാണ് ഉരുൾപൊട്ടലിനിടയാക്കിയത് എന്നാണ് GSIയുടെ കണ്ടെത്തൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറക്കല്ലുകളും മണ്ണും ചെളിയും വെള്ളവും 7 കിലോമീറ്റർ ദൂരത്തോളം ഒഴുകി. ദ്രുതഗതിയിൽ അവശിഷ്ടങ്ങൾ ഒഴുകിയ ആ കുത്തൊഴുക്കിൽ പുന്നപ്പുഴയുടെ ഗതി മാറി. അങ്ങനെ മുണ്ടക്കൈയും ചൂരൽമലയും ശവപ്പറമ്പായി മാറിയെന്നാണ് GSI റിപ്പോർട്ട്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായി 25 മുതൽ 40 ഡിഗ്രി വരെ ചരിവ് 5 മീറ്റർ വരെയാണ് മേൽമണ്ണിന്റെ കനം. 2,01,516 കാലഘട്ടത്തിൽ ഈ മേഖലയിൽ GSI പഠനം നടത്തിയിട്ടുണ്ട്. അന്ന് ചൂരൽമല, മുണ്ടക്കൈ, വെള്ളരിമല, അട്ടമല ഭാഗങ്ങൾ ഉരുൾപൊട്ടലിന് മിതമായ സാധ്യതയുള്ള പ്രദേശങ്ങളായാണ് കണ്ടെത്തിയത്. എന്നാൽ ഈ പ്രദേശത്തിന്റെ ഉയർന്ന മലമ്പ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. GSI ഈ മേഖലയിൽ വിശദമായ പഠനം നടത്തും. ഇതിനുശേഷമായിരിക്കും മുണ്ടക്കൈയും ചൂരൽമലയും തകർന്നെന്നറിഞ്ഞ ദുരന്തത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയുക. പാരിസ്ഥിതിക ആഘാതമടക്കം ദുരന്തത്തിന് ഇടയാക്കിയിട്ടുണ്ടോ എന്ന് അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കും. ഇനി കളക്ടറിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നോക്കാം. ദുരന്ത കാരണം ക്വാറികളല്ല, എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നം പിന്നിലുണ്ട്. ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചുരൽമല മേഖലയിൽ 3 പഞ്ചായത്തുകളിലായി 30-ൽ പരം റിസോർട്ടുകളുണ്ട്. ഇടത്തരം റിസോർട്ടുകളാണ് പലതും. സുരക്ഷിതമല്ലാത്ത കിഴുക്കാംതൂക്കായ സ്ഥലത്താണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതാണ് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. ഇത്രയും റിസോർട്ടുകൾ കെട്ടിപ്പൊക്കാൻ ആരാണ് അനുമതി കൊടുത്തത്? ടൂറിസത്തിന്റെ മറവിൽ മലയോര മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഇതെല്ലാം ചോദ്യമായി ഉയർന്നു വരാം. പിണറായി ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. ടൂറിസം മന്ത്രി റിയാസിന്റെ വായിലെ പിരിവെട്ടും. ഏറെ ദുർബലമായ പ്രദേശം മണ്ണിടിച്ചും കുന്നു തുരന്നും കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് മാത്രമല്ല, അവിടെ അനധികൃതമായ നിർമ്മാണങ്ങൾ വീണ്ടും നടത്തി. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ റിസോർട്ട് മാഫിയ ആ ഭൂമിക്ക് താങ്ങാവുന്നതിനും അപ്പുറം പ്രഹരമേൽപ്പിച്ചാണ് പല നിർമ്മാണങ്ങളും നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ മഴ കൂടി ശക്തിയാർജിക്കുമ്പോൾ ഭൂമി പിളരും, ഉരുൾപൊട്ടും, വെള്ളം ആ ഭൂമിയെ വിഴുങ്ങും. അതാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ദേശീയ ഹരിത ട്രിബ്യൂണലിന് മറുപടി നൽകിയിട്ടുണ്ട്. ദുരന്തത്തിന്റെ കാരണം വ്യക്തമാക്കി റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞയാഴ്ച NGT സദേൺ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു. കരിങ്കൽ ക്വാറികൾക്ക് അനധികൃതമായി പെർമിറ്റ് നൽകിയതാണോ പരിസ്ഥിതി നാശമാണോ കാരണമെന്ന് പരിശോധിക്കണമെന്നാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ ചെന്നൈ ആസ്ഥാനമായ NGT ദക്ഷിണ മേഖലാ ബെഞ്ച് നിർദ്ദേശിച്ചത്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്
റിപ്പോർട്ട് നൽകേണ്ടത്. കഴിഞ്ഞ 2-ന് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ആവശ്യപ്പെട്ടതെങ്കിലും സർക്കാർ കൂടുതൽ സമയം ചോദിക്കുകയായിരുന്നു. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും പരിസ്ഥിതി വകുപ്പും സംയുക്തമായാണ് ദുരന്ത സ്ഥലത്ത് പരിശോധന നടത്തിയത്. തുടർന്ന് ജില്ലാ കളക്ടർക്ക് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് കൈമാറുകയായിരുന്നു. ക്വാറികളാണ് മണ്ണിടിച്ചിലിന്റെ പ്രധാന കാരണമെന്ന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അനധികൃത കുടിയേറ്റത്തിന് ഒത്താശ ചെയ്യുകയും അനധികൃത കരിങ്കൽ ക്വാറികൾക്ക് അനുമതി നൽകുന്നതും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളുമാണെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. ഇക്കാര്യം പരിസ്ഥിതി വിദഗ്ധരും ആവർത്തിച്ചിരുന്നു. 1950-നും 2018-നുമിടയിൽ വയനാട് ജില്ലയിലെ വനവിസ്തൃതി 62% കുറഞ്ഞത്. ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ ദേശീയ വിദൂര സംവേദന കേന്ദ്രം കഴിഞ്ഞ വർഷത്തെ പഠന റിപ്പോർട്ട് പ്രകാരം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടിയായ ഇന്ത്യയിലെ 30 ജില്ലകളിൽ 13ാം സ്ഥാനത്താണ് വയനാട്. വയനാട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവിൽ നിന്ന് 4000-ൽ പരം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് 4 വർഷം മുൻപ് സംസ്ഥാന ദുരന്തകാര്യ അതോറിറ്റി തന്നെ നിർദ്ദേശിച്ചതാണ്. 2018-ൽ 100ഓളം മണ്ണിടിച്ചിൽ സംഭവങ്ങൾ വയനാട്ടിലും സമീപ പശ്ചിമ മേഖലകളിലും ഉണ്ടായി. എന്നാൽ ശുപാർശകൾ നടപ്പാക്കുന്നതിന് പകരം രാഷ്ട്രീയ കാരണങ്ങളാൽ ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം ജനതാൽപര്യമെന്ന പേരിൽ തുടർച്ചയായി അവഗണിക്കപ്പെട്ടിരുന്നു. ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണെന്നുമുള്ള റിപ്പോർട്ടുകളിലാണ് NGT സർക്കാരിന്റെ മറുപടി തേടിയിരിക്കുന്നത്. എന്തായാലും ഇനി ഇത്തരത്തിലൊരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ. മറ്റൊരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. സമ്മാന പെരുമഴ സീസൺ 2 2024 വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.